എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മാസത്തെ ഇടവേളയ്ക്കു ശേഷം ഇന്ത്യൻ ടീം വീണ്ടും കളത്തിൽ ഇറങ്ങുകയാണ്. ഇന്ത്യയുടെ അടുത്ത മത്സരം സെപ്റ്റംബർ 19 മുതൽ ബംഗ്ലാദേശിന് എതിരെയാണ്. 2 ടെസ്റ്റും 3 T20 മത്സരങ്ങളും ആണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നത്. ഇപ്പോഴിതാ ആദ്യ ടെസ്റ്റിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ ഗംഭീർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബംഗ്ലാദേശ് ടെസ്റ്റിന് വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസമാണ് BCCI പ്രഖ്യാപിച്ചത്. രോഹിത്, കോഹ്ലി, രാഹുൽ, അശ്വിൻ, ജഡേജ അടക്കമുള്ള എല്ലാ സീനിയർ താരങ്ങളും ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതുകൊണ്ട് ഓരോ സീരീസും ഇന്ത്യക്ക് നിർണായകമാണ്. പക്ഷേ ഈ സീരീസ് ഇന്ത്യക്ക് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം എതിരാളികൾ ബംഗ്ലാദേശ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ അവർ പാകിസ്ഥാനെ അട്ടിമറിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ത്യ നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഉറപ്പാണ്. എന്തായാലും ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ അടിമുടി മാറ്റം വരുത്തിയിരിക്കുകയാണ്. രോഹിത് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ രാഹുൽ, പന്ത്, അശ്വിൻ, ബുംറ എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തും. അതോടെ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തിയാകും. ഓപ്പണിംഗിൽ രോഹിത്, ജയ്സ്വാൾ സഖ്യം തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. 3-ാം നമ്പറിൽ ഗിൽ കളിക്കുമ്പോൾ 4-ാം നമ്പറിൽ ആയിരിക്കും കോഹ്ലി ഇറങ്ങുന്നത്. 5-ാം നമ്പറിൽ KL രാഹുലും കീപ്പറായി പന്തും ടീമിൽ ഉണ്ടാകും. മത്സരങ്ങളെല്ലാം ഇന്ത്യയിൽ വച്ചാണ് നടക്കുന്നത്. അതുകൊണ്ടുതന്നെ 3 സ്പിന്നർമാരായിട്ടായിരിക്കും ഇന്ത്യ കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇനി നമുക്ക് ആദ്യ ടെസ്റ്റിന് ഇറങ്ങുന്ന ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ഗിൽ, കോഹ്ലി, രാഹുൽ, പന്ത്, രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, ബുംറ, യഷ്ഠയാൽ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. മികച്ച ഒരു താരനിര തന്നെ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഈ സീരീസിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ പഞ്ഞിക്കിടും എന്നത് ഉറപ്പാണ്. എന്നാൽ അവർക്കും മികച്ച താരങ്ങളുണ്ട്. അതുകൊണ്ട് മികച്ച ഒരു മത്സരം തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീരീസ് ഇന്ത്യ ജയിക്കുമോ ബംഗ്ലാദേശ് ജയിക്കുമോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.